1595 റേഞ്ചിൽ കോട്ടയിൽ എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ള സൽവാർ സെറ്റാണ് കാണുന്നത്. നല്ല മിഷൻ എംബ്രോയ്ഡറി ആണ് വന്നേക്കുന്നത്. ലൈറ്റ് ആൻഡ് ഡാർക്ക് ടോണിലേക്കാണ് നമുക്ക് ഈ ഒരു എംബ്രോയ്ഡറി വരുന്നത്. ഇതിൽ വരുമ്പോൾ പീച്ചിൻ്റെ തന്നെ 2 ടോൺ വരും. ലൈറ്റ് ഒരു ഒണിയൻ ടോണിലാണ് ഈ സെറ്റ് വന്നേക്കുന്നത്. പിന്നെ നമുക്ക് ഗ്രേ കളർ വരുന്നുണ്ട്. പിന്നെ വരുമ്പോഴത്തേക്ക് ഒരു ഗ്രീനും, പിന്നെ ലാസ്റ്റ് നമ്മൾ കാണുന്ന ഒരു ഗ്രീൻ്റെ തന്നെ ലൈറ്റ് ഗ്രീൻ ടോണിലാണ് വന്നേക്കുന്നത്. ബോട്ടം കോട്ടൺ സിൽക്കും, സെയിം ദുപ്പട്ട നമുക്ക് എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ള കോട്ട ദുപ്പട്ട തന്നെയാണ് പെയർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ 4ൻ്റെ കളക്ഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടുനോക്കാം. ഇങ്ങനെയാണ് ടോപ്പിൻ്റെ പാറ്റേൺ വന്നേക്കുന്നത്. 2.5 മീറ്റർ ലെങ്ത് ആണ്. അതുപോലെ നമുക്ക് ഈ വർക്ക് വരുന്ന എൻഡിൽ ദാമൻ ഏരിയയിൽ സെൻറ്ററിലായിട്ടായിരിക്കും ഈ ഒരു വർക്ക് വന്നേക്കുന്നത്. ഇങ്ങനെ താഴെ നിന്നായിരിക്കും വർക്ക് പാറ്റേൺ വരുന്നത്. ദുപ്പട്ട വരുമ്പോൾ നമ്മളിപ്പം ഈ ടോപ്പിൽ കണ്ട സെയിം വർക്ക് ദുപ്പട്ട ഫുള്ളായിട്ടും വരുന്നുണ്ട്. ഇത് ഫുള്ളായിട്ടും വന്നിട്ട് മിഷൻ എംബ്രോയ്ഡറി ആയിട്ടോ ചെയ്തേക്കുന്നത്. അതിൽ സൈഡിൽ ക്രോഷിയോടെ ലേസ് കൊടുത്തിട്ടുണ്ട്. പീച്ചിൻ്റെ തന്നെ 2 ടോണും പിന്നെ ഗ്രീൻ കളറും കൂടിയാണ് ഇതിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷൻ വരുന്നത്. ബോട്ടം വരുമ്പോൾ ഡാർക്കർ ടോണിലാണ് ബോട്ടം വന്നേക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് നല്ലൊരു ലാവൻഡർ ടോണാണ്. അതിൽ ഈ ഒരു സെയിം കളർ കോമ്പിനേഷൻ തന്നെയാണ് വന്നേക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു കളർ പാറ്റേൺ വരുന്നത്. പീച്ച് കളർ ടോണിലാണ് വരുന്നത്. ഓവറോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഔട്ട്ലുക്ക് വന്നേക്കുന്നത്. സെയിം പാറ്റേൺ നല്ല ഗ്രീൻ ആൻഡ് പിങ്ക് കളർ കോമ്പിനേഷനിലാണ് ഈ സൽവാർ സെറ്റ് വരുന്നത്. നല്ലൊരു ബേസ് ടോണിലാണ് ഈ സൽവാർ സെറ്റ് വരുന്നത്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ വരുമ്പോൾ പിങ്കിൻ്റെ തന്നെ 2 ടോണാണ് വന്നേക്കുന്നത്. പിങ്കും പീച്ചും കൂടെ മിക്സ് ചെയ്തിട്ട് വരും. ബോട്ടം വരുമ്പോഴത്തേക്ക് കോട്ടൺ ബോട്ടം ആണ് പെയർ ചെയ്തേക്കുന്നത്.